സോ നമ്മൾ PM പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ ഓരോ ഡിസീസ് കണ്ടീഷൻ എത്തുമ്പോൾ അതിൻ്റെ സർജറി പത്തോ പാർട്ട് കവർ ചെയ്ത് പോകാം. അപ്പോൾ PM പാർട്ടിൽ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് കുറച്ച് കഫുകളാണ്. കഫുകളുടെ ടൈപ്സ്. നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് കഫ്സ് ഉണ്ട്. നമ്മളത് ഓരോ ടൈപ്പ് ഓഫ് കഫ്സ് ഓരോത്തിൻ്റെ പാത്തഗ്നോമോണിക് ആയിട്ട് സിംറ്റംസ് ഒക്കെ ആയിട്ട് വരും. ഫസ്റ്റ് നമ്മൾ പറയുന്നത് വേഴ്സണിങ് കഫ്. വേഴ്സണിങ് കഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ കുറേശ്ശേ ഉണ്ടാവുള്ളൂ, പിന്നെ അതിങ്ങനെ കൂടി ഇങ്ങനെ വരും. ഗ്രാജ്വലി കൂടി വരുന്നൊരു ടൈപ്പ് ഓഫ് കഫ്. അത് നമുക്ക് കാണാൻ കഴിയുന്നത് ബ്രോങ്കിയൽ കാർസിനോമയിലാണ്. ദെൻ ബ്രേറി ഓർ മെറ്റാലിക് കഫ്. ബ്രേറി ഓർ മെറ്റാലിക് കഫ് നമ്മൾ കുപ്രമെറ്റലും സ്റ്റാനമെറ്റലൊക്കെ പഠിക്കില്ല. മെറ്റാലിക് കഫ് അത് നമ്മൾക്ക് കൂടുതൽ കാണുന്നത് ട്യൂമേഴ്സിലാണ്. ട്യൂമേഴ്സ് ഓഫ് തൊറാസിക് റീജിയൻ, ഇൻട്രാ തൊറാസിക് ട്യൂമേഴ്സ്. അതുപോലെ തന്നെ അന്യൂറിസംസ്. ഈ കണ്ടീഷനിലൊക്കെ നമുക്ക് ഈ ബ്രേറി അല്ലെങ്കിൽ മെറ്റാലിക് കഫ് വരും. ഓക്കെ. ദെൻ ബൊവൈൻ കഫ്. ബൊവൈൻ കഫ് എന്ന് പറഞ്ഞാൽ ഒരുതരം ഈ നമ്മുടെ സ്പോഞ്ചിയലല്ല ഡ്രൊസീറിയലൊക്കെ പോലത്തെ കഫല്ലേ, പറ നമ്മൾ ലാരിങ്സ് അഫക്റ്റഡ് ആയിട്ടുണ്ടാവുന്ന ചുമകളില്ലേ, അതാണ് ബൊവൈൻ കഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾക്ക് വരുന്നത് റിക്കറൻറ്റ് ലാരിഞ്ചൽ നെർവിൻ്റെ ഇറിറ്റേഷൻ കൊണ്ടുണ്ടാവുന്നത്, അല്ലെങ്കിൽ വേഗൽ പാരാലിസിസിലൊക്കെ അല്ലെങ്കിൽ റിക്കറൻറ്റ് ലാരിഞ്ചൽ നെർവ് അഫക്റ്റഡ് ആവുന്ന കണ്ടീഷൻസിലാണ് നമുക്ക് ബൊവൈൻ കഫ് കിട്ടുന്നത്. അപ്പോൾ അതെന്തെങ്കിലും ലാരിഞ്ചൽ ട്യൂമേഴ്സോ വോക്കൽ കോഡ് ട്യൂമേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പറയുള്ള ചുമ ബൊവൈൻ കഫ് കാണാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഈസ് ഈ പശുവൊക്കെ അമറണ പോലത്തെ സൗണ്ട് ആയിരിക്കും അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവും കേട്ടോ, ആ ഒരു ടൈപ്പ് ഓഫ് ഇത്. പിന്നെ പെയിൻഫുൾ ബാർക്കിംഗ്. ഈ സെയിം സംഭവം തന്നെ ചുമയ്ക്കുമ്പോൾ ഭയങ്കര വേദന പറയുന്നുണ്ടെങ്കിൽ നമുക്കത് അക്യൂട്ട് ലാരിഞ്ചൈറ്റിസിലാണ് അങ്ങനെ കാണുന്നത്. സെയിം ഈ ബാർക്കിംഗ് ചുമ കുറച്ച് പെയിൻഫുൾ ആയിട്ട് വരികയാണെങ്കിൽ. പിന്നെ കഫ് വിത്ത് സ്ട്രൈഡർ, അത് കാണുന്നത് എഗെയിൻ ലാരിഞ്ചിയൽ ഓർ ട്രക്കിയൽ ഒബ്സ്ട്രക്ഷനിലാണ്, അല്ലെങ്കിൽ വൂപ്പിംഗ് കഫ്. അവിടെയൊക്കെ നമുക്ക് കഫ് വിത്ത് സ്ട്രൈഡർ ഉണ്ടാവും. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് സ്പ്യൂട്ടം. പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, കഫ് സ്പിറ്റ്. അതേതിലാണെന്നറിയാമോ? കഫ് സ്പിറ്റ്. അത് വരുന്നത് പൾമണറി ഇഡിമ. ഇതെങ്ങനെ ഓർത്ത് വെക്കാമെന്നറിയോ? ഇടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്ത് ചുമച്ചുകൊണ്ടിരിക്കും, ചുമ വന്ന് തുപ്പും. അങ്ങനെ ഓർത്താൽ മതി, അങ്ങനെ ഓർത്ത് വെക്കണം. പൾമണറി ഇഡിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടി കിട്ടിയാൽ ചുമ വരും, തുപ്പും. കഫ് സ്പിറ്റ് ഇറ്റ്സ് സീൻ ഇൻ പൾമണറി ഇഡിമ. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്പ്യൂട്ടംസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് സ്പ്യൂട്ടംസ് ഒരുപാട് ഡിസീസിനെ കാണിക്കുന്നതുണ്ട്. ഫസ്റ്റ് തന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിൻ വാട്ടറി സ്പ്യൂട്ടം. അതായത് നമ്മൾ പറയുമ്പോൾ നമുക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും, പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, വെള്ളം പോലത്തെ സ്പ്യൂട്ടം, ചെറിയ രീതിയിൽ എപ്പോഴും നമുക്ക് സ്പ്യൂട്ടം ഉണ്ടാവും, പക്ഷേ അതൊരിക്കലും കഫമായിട്ട് മാറുന്നില്ല. തിൻ വാട്ടറി സ്പ്യൂട്ടം, വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് സീൻ ഇൻ ആൽവിയോളാർ സെൽ കാർസിനോമ. ആൽവിയോളാർ സെൽ കാർസിനോമയിലാണ് നമുക്ക് തിൻ വാട്ടറി സ്പ്യൂട്ടം കിട്ടുന്നത്. ദെൻ പിങ്ക് ഫ്രോത്തി സ്പ്യൂട്ടം. പിങ്ക് ഫ്രോത്തി സ്പ്യൂട്ടം ഈസ് സീൻ ഇൻ പൾമണറി ഇഡിമ. നമ്മളിപ്പോൾ പറഞ്ഞ ഇടി കിട്ടുമ്പോൾ കിട്ടുന്ന ഇതുണ്ടല്ലോ, അത് വരുന്നത് പിങ്ക് ഫ്രോത്തി സ്പ്യൂട്ടമാണ്. ഓർ സംടൈംസ് ഇറ്റ് ഈസ് ആൽബമിനസ് ഓൾസോ. ആൽബമിനസ് ആയിട്ടും വരാം. ഓക്കെ. ദെൻ നമുക്ക് വരുന്നത് ഗ്രീൻ സ്പ്യൂട്ടം.
ഗ്രീനിഷ്, നമുക്ക് സാധാരണഗതിയിൽ കാണുന്ന ഗ്രീനിഷ് സ്പ്യൂട്ടം ജസ്റ്റ് ഈസ് പസ് സെൽസ് ആണ്. ദെൻ യെല്ലോ സ്പ്യൂട്ടം നമുക്ക് വരുന്നുണ്ടല്ലോ, അത് മിക്കവാറും പസ് സെൽസും അതുപോലെ തന്നെ ഈസ്നോഫിൽസും കൂടി വരുന്നതിന് നമുക്ക് യെല്ലോ സ്പ്യൂട്ടം വരുന്നത്. ഓക്കെ. ദെൻ റസ്റ്റി സ്പ്യൂട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റസ്റ്റി സ്പ്യൂട്ടം is seen in lobar pneumonia, also seen in pneumococcal pneumonia. ലോബാർ ന്യൂമോണിയ മെയിനായിട്ട് കോസ് ചെയ്യുന്ന ന്യൂമോകോക്കൽ കൊണ്ടാണ്. അപ്പോൾ ന്യൂമോകോക്കൽ ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ലോബാർ ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ് കേട്ടോ. റസ്റ്റി സ്പ്യൂട്ടം. ഓക്കെ. ദെൻ ബ്ലാക്ക് ഓർ ഡാർക്ക് സ്പ്യൂട്ടം. Black or dark sputum is seen in aspergillosis, allergy and anthracosis. അതായത് കുറച്ചും കൂടി ആ കോൾവർക്കസ് ന്യൂമോകോണിയോസിസ് ആ ഒരു ഒക്യുപ്പേഷണൽ ലങ് ഡിസീസസിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് സ്പ്യൂട്ടം വരുന്നത്. പിന്നെ വേറെ 2-3 സ്പ്യൂട്ടം പറയുന്നത് വെച്ചാൽ കുറാൻറ്റ് തന്നെ തോന്നുന്നുണ്ട്. കുറാൻറ്റ് ജെല്ലി സ്പ്യൂട്ടം ഈസ് സീൻ ഇൻ ക്ലെബ്സിയല്ല ന്യൂമോണിയ. ആൻഡ് ദിസ് ഗ്രീൻ സ്പ്യൂട്ടം നമ്മൾ പറഞ്ഞല്ലോ, അത് ന്യൂമോണിയയിൽ നമുക്ക് സ്യൂഡോമോണാസിലാണ് വരുന്നത്. സ്യൂഡോമോണാസിൽ. അപ്പോൾ ഗ്രീൻ സ്പ്യൂട്ടം നമ്മൾ കാണുന്നത് സ്യൂഡോമോണാസ്. ഓക്കെ.